ഇന്ന് നമ്മൾ പോകുന്നത് ജഡായു വെറ്റ് സെൻ്ററിലോട്ടാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുണ്ണിയും കുഞ്ഞമ്പൂനെയും വീരിക്കുട്ടനെയും എല്ലാം നമ്മളിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. ഇനി നമ്മളും കഴിച്ചിട്ട് ഇറങ്ങും. ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ഇവരൊക്കെ എത്തിയപ്പോഴാണ് നമുക്കൊരു ഊർജ്ജം വന്നത് അങ്ങോട്ടേക്ക് പോകാനുള്ളത്. ഞങ്ങളൊരു 12:30 ആയപ്പോഴാണ് കേട്ടോ അവിടെ നിന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് കയറിയത്. എൻ്റെ പൊന്നു, അവിടെ ചെന്നപ്പം ഭയങ്കര തിരക്കായിരുന്നു. ഹോളിഡേ സീസൺ ആയതുകൊണ്ട് ഒരു 3 മണിക്കൂർ ഞങ്ങൾ ഫസ്റ്റ് ക്യൂവിൽ തന്നെ നിൽക്കേണ്ടി വന്നു. കുറേ ആയപ്പോഴത്തേക്ക് കുട്ടികളുടെ ഒക്കെ ക്ഷമ നശിച്ചു കേട്ടോ, വലിയവരുടെ. നവീന് കിട്ടി. ആ ക്യൂവിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് അടുത്ത ക്യൂവിലോട്ട് തന്നെ വന്നു. അവിടുത്തെ തിരക്കാണ് ഇത് കേബിൾ കാറിൽ കയറാനുള്ളതാണ് കേട്ടോ. നമ്മൾ നടക്കുമല്ല, കേബിൾ കാറിലാണ് പോകുന്നത്. ഇത്രയും കുട്ടികളെ വെച്ചിട്ട് പോകാൻ പാടില്ല. അപ്പോൾ ആ ക്യൂ കഴിഞ്ഞിട്ട് അടുത്ത ക്യൂ, ഇത് നമുക്ക് കയറാനുള്ള ക്യൂ ആണ് കേട്ടോ. അപ്പോഴത്തേക്കൊരു സമാധാനമായി, എത്രയും പെട്ടെന്ന് അങ്ങ് എത്താമല്ലോ. ഒരു 3.5 മണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് നല്ലപോലെ നമുക്ക് തിരിച്ചു പോയാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നിയായിരുന്നു. പക്ഷേ ഇവിടെ കയറി വന്നപ്പോൾ അതൊരു വല്ലാത്ത ഫീലായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് അവിടുത്തെ കാറ്റും മ്യൂസിക്കും. ഒരു 2.5 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ടും തിരിച്ചു പോരാനേ നമുക്ക് തോന്നുന്നില്ലായിരുന്നു. ഈ കാണുന്ന ക്യൂ നമുക്ക് തിരിച്ചു പോകാനുള്ള കേബിൾ കാറിൽ കയറാനുള്ള ക്യൂ ആണ്. ഒരാളവിടെ ക്യൂ നിന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം അവിടെ പുറകിൽ പ്ലേ ഗ്രൗണ്ടും ടെമ്പിളും ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ കാണാനായിട്ട് പോയി. ഓഫ് സീസൺ ആയിരുന്നെങ്കിൽ ഇത്രയും ക്യൂ നിൽക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഒരു ഹോളിഡേ സീസൺ ആയതുകൊണ്ട് വല്ലാത്ത തിരക്കായിരുന്നു.
തിരിച്ചു പോവാണ്. ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു പെർഫെക്റ്റ് സ്ഥലമാണിത്. എല്ലാവർക്കും വരാം. ആൻഡ് സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ കേബിൾ കാറിൽ പോയി